ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഞാനിപ്പോൾ എന്താ ഒരു ഓൺ വോയിസ് വീഡിയോ ആയിട്ട് വന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കാരണം മെയിൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും നാൾ വിചാരിച്ചൊരു കാര്യമുണ്ട്. ഈ പല്ല് പറിക്കുക എന്നൊക്കെ പറയുന്നത് അപ്പോഴത്തെ വേദനയൊക്കെ കാണുള്ളൂ. കാരണം ഫുള്ളും മരപ്പിച്ചിട്ടായിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ചത്. കാരണം എനിക്ക് കുറേ ദിവസമായിട്ട് ഇവിടെ ഒരു പല്ല് ഭയങ്കര വേദനയായിരുന്നു, എനിക്ക് കേടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വന്ന വഴിക്ക് പല്ല് പറിച്ചു. അപ്പോൾ ഞാൻ തലേദിവസം പല്ല് പറിച്ച് പിറ്റേ ദിവസം ജോലിക്ക് പോകാമെന്നൊക്കെ ഓർത്ത് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലീവൊന്നും പറഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പല്ല് പറിച്ചു. 2 ഇഞ്ചക്ഷൻ തന്നു. ഒരു ഇഞ്ചക്ഷൻ കുഴപ്പമുണ്ടായിരുന്നില്ല, ഇതിൻ്റെ പൊക്കത്തൊരു ഇഞ്ചക്ഷൻ എടുത്തു. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത വേദന. പെയിൻ എന്ന് വെച്ചാൽ നല്ല പെയിനായിരുന്നു. പിന്നെ ഇത്രയും ഭാഗം ഫുള്ള് മരച്ചു പോയി. പല്ലൊക്കെ സൂപ്പറായിട്ട് എടുക്കാൻ കുറച്ച് പാടായിരുന്നു. ഇവിടെ അണപ്പല്ലാട്ടോ, നല്ല വേദനയാണ്. ഞാനിപ്പോൾ ഇന്നലെയാണ് പല്ലെടുത്തെങ്കിൽ ഇന്ന് ജോലിക്ക് പോകാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. ഞാൻ സാറിനോട് ലീവോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല, ഇന്ന് പോകാമല്ലോ. രാവിലെയായി, ഞാൻ പോകുന്ന ടൈമും കഴിഞ്ഞു. കാരണം ഞാൻ 8 മണി ആയതുപോലും അറിഞ്ഞില്ല. കാരണം 8 മണിക്ക് എനിക്ക് ബസ്. അതുപോലെ വേദനയും, തല പൊക്കാൻ പറ്റണില്ല. എനിക്കിപ്പോഴും പറയാൻ നന്നായിട്ട് പറ്റണില്ല. കാരണം ഞാൻ ഈ വശം കൊണ്ടാണ് പറയുന്നത്. ഈ ഒരു വശം ഇപ്പോഴും ഈ പോർഷനിലെ പല്ലുകൾ അനക്കാൻ പറ്റണില്ല, വേദനയാണ്. അപ്പോൾ ഞാൻ ഓർക്കുക, ഈ പല്ലൊക്കെ കമ്പിടണവർ 1ഉം 2ഉം പല്ല് പറിക്കുമ്പോൾ എന്ത് വേദനയായിരിക്കും. എനിക്കിതേ പറ്റണില്ല. കാരണം കുറച്ച് മരുന്നൊക്കെ തന്നു. അതൊക്കെ ഇപ്പോൾ ഉച്ചയായപ്പോൾ ഞാൻ കഴിച്ചത്. എണീറ്റപ്പോൾ തന്നെ ഒരു സമയമായി. കഴിച്ച് വേദന അപ്പിച്ച് കുറവുണ്ട്. പല്ല് പറിക്കാൻ 500 രൂപയായിരുന്നു. പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇത്ര വേദന ഉണ്ടാവുമെന്ന്. പല്ല് പറിക്കണ ആ ഒരു ടൈമിൽ വേദന ഉണ്ടാവുള്ളൂ. കാരണം അങ്ങനെ വിചാരിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ പല്ല് കുറച്ച് തന്നെ പോയായിരുന്നു. ഞാൻ പണ്ടിങ്ങനെ ഇഷ്ടംപോലെ മിഠായി തിന്നുമായിരുന്നേ. ഇഷ്ടംപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മിഠായി തിന്നു എൻ്റെ ഇപ്പുറത്തെ പല്ലുകളില്ല. ഇപ്പുറത്തെ തനിയെ മൊത്തം പോയി. ഇപ്പുറത്തെ പല്ല് ഡോക്ടർ വേണ്ടി വന്നു അത് പറിച്ച് കളയാൻ വേണ്ടിയിട്ട്. എന്ത് പറയാനാ, ഇപ്പോഴും വേദനയാണ്. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. വേദനയുടെ ഇടയ്ക്ക് ഡോക്ടർ എന്തൊക്കെയോ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ എനിക്കതൊന്നും ഓർമ്മയില്ല. എന്തോ ഉപ്പിട്ട് വെള്ളം കൊള്ളണം, അങ്ങനെ എന്തോ അത് തോന്നിയതാണോ പറഞ്ഞാണോ എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞ് ഉപ്പിട്ട് ചെറിയ ചൂടുവെള്ളം കൊണ്ട പല്ലുവേദനയാണോ എന്തിനാണോ അത് ഉണങ്ങാനായിരിക്കും കൊള്ളുന്നത്, നല്ലതാണ്. ഇനിയിപ്പോൾ അത് ചെയ്യണം. വേദനയെന്ന് പറഞ്ഞാൽ നല്ല വേദനയാണ്, ഇപ്പോഴും വേദനയാണ്. നീര് ചെറുതായിട്ടുണ്ടായിരുന്നു. സംസാരിക്കാൻ ഭയങ്കര പാടായിരുന്നു. ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട് ഗീസ്. അപ്പോൾ ഞാൻ ഓർക്കുക, ഈ പല്ല് കമ്പി ഇടണവരൊക്കെ, അയ്യോ ഇത്രയും പല്ല് പറിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മക്കളെ നിങ്ങൾ സഹിക്കുന്നത്? നിസാരം ഒരെണ്ണം, അതും പകുതി പോയ പല്ലാണ് ഞാൻ എടുത്തിട്ട് എനിക്ക് പറ്റില്ല. എൻ്റെ പല്ലിനൊരു സ്റ്റോറി ഉണ്ട്. എനിക്ക് കഴിഞ്ഞ ദിവസം പല്ലുവേദന വന്നപ്പോൾ ഞാൻ ഗ്രാമ്പു എടുത്ത് കടിച്ചു പിടിച്ചതാണ്. വേദനയുടെ ഇതിൽ ഞാൻ മുറുക്കിയൊക്കെ കടിച്ചു പിടിച്ച് പല്ല് ഒടിഞ്ഞ താഴെ വീണു. പിന്നെ പകുതി പോർഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതെടുക്കാൻ ഞാൻ പോയിട്ട് എനിക്ക് ഇങ്ങനെയാണെങ്കിൽ, അയ്യോ കമ്പിയിടാനൊക്കെ പല്ലെടുക്കണവരുടെ അവസ്ഥ എന്തായിരിക്കും. എനിക്ക് പിന്നെ ഇടംപല്ലാണ്. അത് ഞാൻ എടുക്കാത്തതിൻ്റെ മെയിൻ കാരണം വേദന ഉണ്ടാവുമല്ലോ, അത് പേടിച്ച് തന്നെയാണ് കമ്പി ഇടാത്തത്. എന്ത് പറയാനാ ഗൈസ്, ഇന്ന് ഞാൻ വല്ലാത്തൊരു വേദനയായിപ്പോയി. ഞാൻ പല്ല് പറിച്ചതിൻ്റെ കാര്യം ആ സമയത്ത് വേദന ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പിന്നെ ഈ പല്ല് വേദനയേക്കാൾ ഭേദമാണല്ലോ പല്ലെടുത്ത് കളയണത്. കാരണം കുറേ ദിവസമായിട്ട് ഞാൻ വേദനിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് പോയി പല്ലെടുത്തത്. പക്ഷെ ഇന്ന് മാറുമെന്നാണ് വിചാരിച്ചത്. ഒരു ദിവസം കൊണ്ട് മാറുമെന്ന് വിചാരിച്ചത്. മാറത്തില്ലെന്ന് എനിക്ക് ഇന്നും മനസ്സിലായി. നടക്കില്ല, അവൾ വിചാരിക്കണ പോലെ ഒന്നും അല്ലെന്നേ. ഞാൻ വിചാരിച്ചിരുന്നത് ഇന്നലെ പല്ല് പറിച്ചാവേനി ഇന്നലെ തന്നെ മാറും, മെഡിസിനൊക്കെ ഉണ്ടല്ലോ. മാറിയില്ല. ഇന്നിപ്പോൾ ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ നാളെ എനിക്ക് ജോലിക്ക് പോകാം, വലിയ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ കാര്യം പറയാൻ തോന്നി. എന്തു പറയാനല്ലേ ഗൈസ്. അപ്പോൾ പല്ലെടുക്കാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, ജോലി ചെയ്യുന്നവരാണെങ്കിലേ നേരത്തെ തന്നെ ലീവൊക്കെ പറയണം. കാരണം പല്ലെടുത്ത് കഴിഞ്ഞാൽ എടുക്കുന്ന ദിവസവും പിറ്റേ ദിവസവും മസ്റ്റായിട്ട് റെസ്റ്റ് വേണം അല്ലേ. റെസ്റ്റ് എടുക്കേണ്ടി വരും. കാരണം നമ്മുടെ തല പൊങ്ങത്തില്ല, അതുപോലെ വേദനയായിരിക്കും. എന്ത് പറയാനാ ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതുപോലെ ചെറിയ കാര്യമൊന്നും പറയണമെന്ന് തോന്നി വന്നത്. അപ്പോൾ പല്ലെടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ
നിങ്ങൾ നേരത്തെ ലീവൊക്കെ പറഞ്ഞിരിക്കണം. പിറ്റേ ദിവസം പോകാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. നല്ല വേദനയായിരിക്കും. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പം എനിക്ക് കുറവുണ്ട് കേട്ടോ, നല്ല കുറവുണ്ട്. പക്ഷെ വേദന ഉണ്ട്, പല്ലിനൊക്കെ വേദനയുണ്ട്. നന്നായിട്ട് ഇളകിയതാണ്, പല്ലെടുത്തുകൊണ്ടാണ് അത്ര വേദന വന്നത്. അത്രേ ഉള്ളൂ. ബൈ ബൈ, സീ യു. ഗുഡ് നൈറ്റ്.